നബിയുടെ വീട്ടിൽ എപ്പോഴും കയറിറങ്ങി പോകാറുള്ള ആളുകൾ ആരൊക്കെയാണ്? അവരിലില്ലേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മാലാഖമാർ നാണിച്ചു പോകുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു? അവരിലില്ലേ മുൽഹിറുൽ അജായിബ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു? അവരിലില്ലേ ഫാറൂഖുൽ ഹഖ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു? ഈ സ്വഹാബികൾ അടക്കമുള്ളവരോടാ ഖുർആൻ പറയുന്നത്, നിങ്ങളുടെ റസൂലിന്റെ ഭാര്യമാരോട് എന്തെങ്കിലും സാധനങ്ങൾ നിങ്ങൾ ചോദിക്കുകയോ അവരെന്ന് വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യേണ്ടി വരുമ്പോൾ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്, ഒരു ഹിജാബിന്റെ മറവിൽ നിന്നല്ലാതെ, ഒരു ഹിജാബിന്റെ പിന്നിൽ നിന്നല്ലാതെ ഡയറക്റ്റ് അന്യ പെണ്ണുങ്ങളോട് നിങ്ങൾ ഇടപെടരുതേ എന്ന് ഹബീബിന്റെ വീട്ടിലേക്ക് അല്ലാഹു ഇങ്ങനെയാണ് നിയമം വെച്ചതെങ്കിൽ, അത് സിദ്ദീഖ് എന്നോര് ജീവിച്ചിരിക്കുന്ന കാലത്ത് നിയമം അതാണെങ്കിൽ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മുഅ്മിനേ മുഅ്മിനത്തെ, ആണേ പെണ്ണെ, ഈ നിയമങ്ങളൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് സൂറത്തുൽ അഹ്സാബ് ഓതിപ്പോകുന്ന നമുക്കത് പറയാൻ പാടുണ്ടോ? നമുക്കങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? ഇതാണ് നിയമമെങ്കിൽ നമ്മൾ എത്ര സൂക്ഷിക്കേണ്ടവരാണ് നമ്മൾ. ജീവിതത്തിൽ സൂക്ഷ്മത എന്ന് പറയുന്ന സംഗതി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ അള്ളാഹുവിന്റെ ഈ നിയമങ്ങളോട് നമ്മൾ എത്ര ലാഘവത്തോടെയാണ് പെരുമാറുന്നതെന്ന് മാത്രം ചിന്തിച്ചാൽ മതി. എന്നിട്ട് പറയും, നാട്ടുകാരുടെ കഥ കേൾക്കുമ്പോൾ നമുക്ക് രസമല്ലേ, അയൽപക്കത്ത് ഒളിച്ചോടി എന്ന് പറയുമ്പോൾ നമുക്കത് വാർത്തയാണ്, അത് വാട്സപ്പിലൂടെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ഫേസ്ബുക്കിലൂടെ ആഘോഷിക്കുകയാണ്. നമ്മൾ ആലോചിക്കേണ്ട മുഅ്മിനെ, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിന്റെ ഈ ആയത്തിനെ നമ്മൾ എങ്ങനെ ഇടപെടുത്തുന്നു? ഗൗരവത്തിൽ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഖാമ റജുൽ, ഒരാൾ എഴുന്നേറ്റ് വന്നു. അദ്ദേഹം പറഞ്ഞു, ഉൻഷിദുകല്ലാഹ് ഇല്ലാ ഖദൈത ബൈനനാ ബികിതാബില്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ, അള്ളാഹുവിന്റെ നിയമം ഏതാണോ ആ നിയമം അങ്ങ് ഞങ്ങൾക്ക് നടപ്പാക്കി തരണം നബിയെ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ നബിയെ സമീപിക്കുന്നു. രണ്ടാളുകൾ നബിയുടെ കൂടെയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, മറ്റേത് സയ്യിദ് ഇബ്നു ഖാലിദ് റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലാണ് വിഷയം. ഫഖാൽ, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, ഇന്ന ബിനി കാന അസീഫൻ ഇൻദ ഹാദാ. ഹബീബിന്റെ മുമ്പിൽ ഇരിക്കുന്ന സയ്യിദ് ഇബ്നു ഖാലിദ് എന്നവരെ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, നബിയേ, എന്റെ മകൻ ഈ സയ്യിദ് ഇബ്നു ഖാലിദ് എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ ഡ്രൈവറായിട്ട് ഖാദിമായിട്ട് ജോലി ചെയ്തിരുന്ന ആളായിരുന്നു എന്റെ മകൻ. ഒരു മുതലാളിയാണ്. നബിയേ, എന്റെ മകൻ ഈ മുതലാളിയുടെ കീഴിൽ ജീവിച്ചിരുന്ന ഖാദിമായിരുന്നു. ഈ മുതലാളിയുടെ വീട്ടിൽ ജീവിച്ച ഖാദിമായിരുന്നു നബിയെ എന്റെ മകൻ. ഹബീബായ നബിയേ, യാ റസൂലല്ലാഹ്, ഫസനാ ബിംറഅതിഹി, ആ മുതലാളിയുടെ ഭാര്യയുമായി എന്റെ മകൻ വ്യഭിചരിച്ചു പോയി നബിയേ. അപ്പ സങ്കടം പറയാൻ വന്നിരിക്കുകയാണ്. ജോലിക്ക് നിർത്തിയ സ്ഥലത്ത് സ്വന്തം മുതലാളിയുടെ, സ്വന്തം എംപ്ലോയറുടെ ഭാര്യയുടെ അഭിമാനം ഹനിച്ചു കളഞ്ഞു. എത്രയെത്ര ആളുകൾ എത്രയെത്ര സങ്കടങ്ങളിലാണ് സംഭവിച്ചു പോകുന്ന തിന്മകൾ. അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയേക്ക് മുഅ്മിനെ, അള്ളാഹു പുറത്തു തരുന്നവനാണ്. 100 ആളെ കൊന്നവർക്ക് അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. പക്ഷേ തിന്മകൾ സംഭവിക്കാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിലപ്പുറം ഒരു മനസ്സമാധാനമുണ്ടോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിനെ ഓർക്കുമ്പോഴല്ലേ സമാധാനം വരുന്നത്. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ. തിന്മയെ പറ്റി ഓർമ്മ വരുമ്പോഴാണ് അല്ലാഹുവിനെ ഓർക്കാൻ കഴിയേണ്ടത്. 500 1000 തവണ തക്ബീറും തഹ്ലീലും ലാ ഇലാഹ ഇല്ലല്ലാഹും സുബ്ഹാനല്ലാഹും ചൊല്ലുന്ന ദിക്റിന് പ്രയാസമുണ്ടായില്ല എന്ന് വരും. അതൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഒരു ഇൽമിന്റെ മജ്ലിസിലിരുന്ന്, ഒരു ദിക്റിന്റെ മജ്ലിസിലിരുന്ന് ലക്ഷക്കണക്കിന് ദിക്റും സ്വലാത്തുകളും ചൊല്ലിയെടുക്കാൻ കഴിഞ്ഞേക്കും. എന്നാൽ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോ ആ നേരത്ത് അല്ലാഹനെ ഓർക്കാൻ കഴിയണം. അതാണ് ശരിയായ ദിക്റുല്ലാഹ്. സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ കൂലി അല്ലാഹു തരും, അൽഹംദുലില്ലാഹ് പറഞ്ഞാൽ കൂലി തരും. പക്ഷേ ഒരു തിന്മയുടെ സാഹചര്യം വരുമ്പോൾ അല്ലാഹനെ ഓർക്കാൻ കഴിഞ്ഞാൽ, 3 മക്കളുള്ള സ്വന്തം ഭാര്യയെ സംബന്ധിച്ചൊരു ഭർത്താവിന്റെ വിഷമം. എന്റെ ഭാര്യ ഒരു തിന്മ ചെയ്തതിന്റെ പേരിൽ തൗബ ചെയ്യണം എന്ന് പറയുന്നു. തൗബ ചെയ്യണം ചോദിച്ചപ്പോ
സംഭവിച്ചുപോയ തെറ്റവൾ ഏറ്റുപറഞ്ഞു. വ്യഭിചാരം സംഭവിച്ചു പോയിരിക്കുന്നു. അല്ലാഹുൽ മുസ്തആൻ വഅലൈക തുഖ്ലാൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സന്തോഷകരമായി ജീവിച്ചിരുന്ന കുടുംബങ്ങളിൽ സ്വന്തം ഒരു മനുഷ്യൻ കല്യാണം കഴിച്ചാൽ, ഞാൻ പറയട്ടെ, ഈ കുടുംബത്തിന്റെ വിഷയം ആരാണ് എവിടെയാണ് എന്നതല്ല വിഷയം. അങ്ങനെ ഒരു സംഭവം നടന്നത് ശ്രദ്ധയിൽ വന്നപ്പോ ആ ആളിന്റെയോ നാടിന്റെയോ രാജ്യത്തിന്റെയോ ജില്ലയുടെയോ ഡീറ്റെയിൽസുകൾ എനിക്കറിയാം, ഞാൻ നിങ്ങളോട് പറയൂല. സിറുകളാണ്. പക്ഷേ വിഷയം മനസ്സിലാക്കാൻ പറയട്ടെ. ആ പെണ്ണിനോട് ഈ പുതിയാപ്പിളയുടെ ചോദ്യം, നിനക്ക് എങ്ങനെ സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? നിന്നെ ഇത്രക്ക് സ്നേഹിച്ച് വേണ്ടതെല്ലാം തന്ന് താലോലിച്ച് രാജകുമാരിയെ പോലെ വളർത്തിക്കൊണ്ടുവന്ന നിന്റെ സ്വന്തം ഭർത്താവിനോട് തന്നെ പറയണോ നീ കഥ? എങ്ങനെ സംഭവിച്ചു? പെണ്ണ് പറഞ്ഞ മറുപടി, എന്റെ മുഅ്മിനേ, പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ ആണ്. പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന ലവ് അഫെയർ, സ്നേഹബന്ധം, പ്രേമം എന്ന് പറയില്ലേ നമ്മള്? പഠിക്കുന്ന കാലത്ത് അത് +2 ഡിഗ്രിക്കോ ആവാം. ഡിഗ്രിക്കും നമ്മുടെ കോളേജുകളിൽ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞു വരുന്ന പെൺകുട്ടികളിൽ, ആൺകുട്ടികളിൽ അല്ലാഹു തആല അനുവദിക്കാത്ത വഴിവിട്ട പ്രേമബന്ധങ്ങളില്ലാത്ത ആളുകൾ എത്ര കുറവാണ്, എത്ര കുറവാണ്. ഇല്ല എന്ന് പറയില്ല. എത്രയോ നല്ല മക്കളുണ്ട്. ഹിജാബ് ധരിച്ച് അച്ചടക്കത്തിൽ പോയി പഠിച്ചു വരുന്ന പെൺകുട്ടികളുണ്ട്. അള്ളാഹുവിനെ പറ്റി ഭയപ്പെട്ട അവിടങ്ങളിൽ ദീനിയായ സർക്കിളുകൾ ഉണ്ടാക്കി, ക്യാമ്പസുകളിൽ ഇസ്ലാമിന്റെ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി ദഅവത്ത് ചെയ്യുന്ന എത്രയോ നല്ല മക്കളുണ്ട്. എനിക്കറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ടാകാം. പക്ഷേ അതിനിടയിലൂടെ ഇറങ്ങി വരുന്ന 180% ആളുകളിൽ വഴിവിട്ട പ്രേമബന്ധങ്ങൾ ഉണ്ടാകുന്നില്ലേ? വിവാഹം എന്ന് അള്ളാഹു ഹലാലാക്കിയ, അള്ളാഹു അനുവദിച്ച വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം പഴയകാല പ്രേമബന്ധത്തെ പറ്റി ഇവൾ പറയാൻ പാടുണ്ടോ? ഇവൻ പറയാൻ പാടുണ്ടോ? ചിന്തിക്കാൻ പാടുണ്ടോ? ഇവൻ അവൾക്ക് വിളിക്കാൻ പാടുണ്ടോ? അവൾ പറയുന്ന, എനിക്ക് അയാളോട് ഒരു ഇഷ്ടവുമില്ല. പക്ഷേ ഫോൺ വിളിച്ച് ശല്യപ്പെടുത്തിയിട്ട് എന്റെ കണ്ണുകൾക്ക് എന്തോ ഇരുട്ട് വീണ പോലെ, ഞാൻ ആ വ്യഭിചാരം ആസ്വദിച്ചവളല്ല, അത് ഇഷ്ടപ്പെട്ടവളല്ല, നടക്കണമെന്ന് കൊതിച്ചവളുമല്ല. പക്ഷേ സംഭവിച്ചു പോയി. അല്ലാഹുവിനിക്ക് പുറത്തു തരുമോ? അല്ലാഹുവിനിക്ക് മാപ്പ് തരുമോ എന്ന് പേടിച്ച് ഇബാദത്തിലും ദിക്റിലും ഖുർആൻ ഖതം തീർത്തുകൊണ്ടും ജീവിക്കുന്ന നല്ലൊരു പെണ്ണ് അല്ലാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ പെണ്ണുങ്ങൾക്കിടയിൽ ഇതുപോലെ സമൂഹം പരസ്യമായ രഹസ്യങ്ങൾ എത്രയുണ്ട്. അയൽപക്കങ്ങളിൽ, സ്വന്തം വീടുകളിൽ, സ്വന്തം മഹല്ലുകളിൽ, പഞ്ചായത്തുകളിൽ നടക്കുന്ന അടക്കം പറച്ചിലുകൾ, ഇന്നാലിന്റെ വീട്ടുകാരന്റെ പെണ്ണ് ചെയ്യുന്നത്, അവളുടെ അടുത്ത് കയറിറങ്ങി പോകുന്ന ആളുകളെ പറ്റി അള്ളാഹു ഒരു തിന്മയും മറച്ചു വെക്കില്ലാണേ പെണ്ണെ. 3 തവണയാണ് അള്ളാഹു അവസരം നൽകുന്നത്. അവസരമല്ല, അള്ളാഹുവിന്റെ ഇസ്തിദ്റാജ് നടക്കുന്നത് 3 നേരമാണ്. 3 തവണ ഒരു തിന്മ നടന്നാൽ 4ാമത്തെ തവണയോ അതിനപ്പുറമോ ഇത് പൊളിയുമെന്ന് ഉറപ്പാണ്. എന്തുകൊണ്ട്? ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. അവന്റെ റിളാഇന് വിരുദ്ധമായി നടക്കുന്ന പൈശാചികതയെ അള്ളാഹു പൊറുപ്പിക്കുകയില്ല. പഴയകാല പ്രേമബന്ധം നീ പറയല്ലേ. ആ ചെയ്ത തെറ്റുകളെ നീ ആവർത്തിക്കുകയാണോ? എത്രയോ പെണ്ണുങ്ങൾക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ കല്യാണം നടന്നിട്ട്, പെണ്ണുങ്ങളെ, നിങ്ങൾ കഴിഞ്ഞകാല ബോയ് ഫ്രണ്ടിനെ കുറിച്ച് ഇപ്പോഴും ആലോചിച്ചിരിക്കുകയാണല്ലേ? സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ, അരികത്തുണ്ടായിരിക്കെ, ഭർത്താവ് കണക്ഷൻ എടുത്തു കൊടുക്കുന്ന ഡാറ്റാ പാക്കേജുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ബോയ് ഫ്രണ്ടിന് ടെക്സ്റ്റ് അയച്ചു കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ, സ്വന്തം ഭർത്താവ് കടന്നുറങ്ങുന്ന നേരത്ത് എവിടെയോ കിടക്കുന്ന പഴയ ബോയ് ഫ്രണ്ടുമായി ചാറ്റ് ചെയ്യുന്ന ആണേ പെണ്ണെ, ആലോചിച്ചു നോക്കണമേ. എത്ര വലിയ വഞ്ചനയാണ് നമ്മൾ അള്ളാഹുവിനോട് ചെയ്യുന്നത്, പിന്നെ സ്വന്തം ഭർത്താവിനോട്. സ്വന്തം ഭർത്താവിനോട് നന്ദികേട് ചെയ്യുന്ന ആളുകൾക്ക് സ്വർഗത്തിന്റെ പരിമളം കിട്ടില്ലെന്നല്ലേ മുത്തുനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിക്കാഹിലൂടെ ഹലാലായ ഒരു ഭർത്താവിനെ കൊണ്ടുവരുമ്പോഴാണ് സിനിമാ സ്റ്റൈലുകളിൽ നമ്മുടെ പെണ്ണുങ്ങൾ ഇറങ്ങി ഓടുന്നത്. എന്തിന്? സിനിമകളെ മാനിച്ചുകൊണ്ട്, സിനിമകളെ ഇന്റേണലൈസ് ചെയ്തിട്ട്. നടന്മാരുടെ കഥകൾ നമ്മൾ ആലോചിക്കണം. നമ്മൾ പഠിച്ചവരല്ലേ? അവർ ചെന്ന് ചാടുന്ന കുഴികൾ നമ്മൾ കാണുന്നില്ലേ? സ്വന്തം ജീവിതത്തിൽ മാതൃക കാണിക്കാൻ കഴിയാതെ സ്ക്രീനുകളിൽ മാതൃക കാണിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ സമൂഹത്തിന് കൈമാറുന്ന വിഷം നിങ്ങളൊന്ന് നിർത്തിവെക്കുമോ? ദയവ് ചെയ്ത് മനുഷ്യരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മനുഷ്യമക്കൾ ഭൂമിയിൽ ഇനിയും ബാക്കിയുണ്ട്. ആഭാസങ്ങൾ, കലയുടെ പേര് ചാർത്തി സിനിമാ സ്ക്രീനുകളിലൂടെ, നിങ്ങളുടെ ചാനലുകളിലൂടെ നിങ്ങൾ പ്രക്ഷേപണം ചെയ്യല്ല. നന്മകളെ തകർക്കല്ല. നിന്റെ സ്വന്തം മോള്, നിന്റെ സ്വന്തം മകൾ സംവിധായകനും പ്രോഗ്രാമുകൾ പ്രസന്റ് ചെയ്യുന്ന ആളുകളും ഇതാളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന നടന്മാരും, നിങ്ങളുടെ മക്കൾ നിങ്ങൾ ഇഷ്ടപ്പെടാത്തവരുടെ കൂടെ ഓടിപ്പോകുന്ന നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങളുടെ കുടുംബം തകർന്നു പോകും നിങ്ങൾ ഇഷ്ടപ്പെടുമോ?
ഇല്ലെങ്കിൽ ജനങ്ങൾക്കും നിങ്ങൾ അത് തന്നെയാണ് ചിന്തിക്കേണ്ടത്. നമ്മുടെ മക്കളിൽ സംഭവിക്കുന്ന ഈ തരത്തിലുള്ള അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്ന പ്രവണതകൾ ഇനിയും നിർത്താൻ സമയമായിട്ടില്ലേ? കഴിഞ്ഞ കാലത്തെ പ്രേമം പറഞ്ഞിട്ട് ഇപ്പോഴും നടക്കല്ല. ഹലാലായൊരു ഭർത്താവ് നിന്റെ കൂടെ ഇല്ലേ? പഴയ കാലത്തെ പ്രേമം നിറഞ്ഞ് നീയും നടക്കല്ല ഭർത്താവേ. അള്ളാഹു നിനക്കൊരു പെണ്ണിനെ അനുവദിച്ചു തന്നില്ലയോ? എന്നിട്ട് നീ നിന്റെ മുമ്പിൽ അരികത്തുണ്ടായിരിക്കെ അകലെ കിടക്കുന്നവളെ ചാറ്റ് ചെയ്യുന്നു. എപ്പോഴും അകലെ കിടക്കുന്നത് മധുരമാണ്. അത് അകത്ത് കടന്നാൽ ആ മധുരം പോകും. അതുകൊണ്ട് ആ ഓടിച്ചാടി പോകുന്നതിന്റെ ത്രില്ലുകൾ 1 മാസം 2 മാസം കൊണ്ട് തീർന്നു പോകുന്നത്. അകലെ കിടക്കുമ്പോൾ എന്തോ മധുരം തോന്നും, കിട്ടാത്തതിന് എന്തെന്നില്ലാത്തൊരു സൗരഭ്യം തോന്നും. അകത്ത് വന്നാൽ ഇത്രയേ കാണൂ, അകത്ത് വന്നാൽ ഇത്രയേ അതിന് പ്രഭയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനേ മുഅ്മിനത്തേ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിനോട് പറഞ്ഞൊരു വിഷയം അതാണ്. നിങ്ങളുടെ 2 കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, ഈ ഉമ്മത്തിലെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും അല്ലാഹുവിന്റെ ആജ്ഞ ഇതാണ്, റസൂലിന്റെ നിർദ്ദേശം ഇതാണ്. നിങ്ങൾ കാലുകൾക്കിടയിലുള്ള അവയവം നിങ്ങൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ 2 താടിയെല്ലുകൾക്കിടയിലുള്ള നാവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്വർഗം വാങ്ങിച്ചു തരാൻ ഞാൻ ഗ്യാരണ്ടിയാണെന്ന് ലോകത്തിന്റെ ഗുരു ഷഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കാര്യമല്ലേ മുത്തുനബി നമ്മളോട് ചോദിച്ചത്? ആ 2 കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് എന്തേ കഴിയാതെ പോകുന്നത്? നാവ് സൂക്ഷിക്കുന്നത് നാവ് പോലെ സൂക്ഷിക്കേണ്ടതാണ്. ടൈപ്പ് ചെയ്യുന്നത്, ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുന്നത്, അപമാനിക്കുന്നത്, നാണം കെടുത്തുന്നത്, തോന്നിവാസങ്ങൾ എഴുതിവിടുന്നത് പറയുന്നത് പോലെ ഗൗരവമാണ്. വ്യഭിചരിക്കുന്ന പോലെ ഗൗരവം തന്നെയാണ് വ്യഭിചാരത്തിലേക്ക് കൊടുക്കുന്ന നമ്മുടെ ടെക്സ്റ്റുകളും നമ്മൾ കൊടുക്കുന്ന കൈമാറുന്ന വീഡിയോസും അതുപോലെയുള്ള മറ്റ് ഉപകരണ നമ്മുടെ ഇൻഫോർമേഷനുകളും വ്യഭിചാരം പോലെ കുറ്റകരം. അല്ലാഹു ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ നബിയേ, എന്റെ മോൻ ഈ സെയ്ദ് ഇബ്നു ഖാലിദിന്റെ ഖാദിമായിരുന്നു, വേലക്കാരനായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു നബിയെ? കല്യാണം കഴിക്കാത്ത ഇവൻ അവന്റെ ഈ അവന്റെ മുതലാളിയുടെ ഭാര്യയെ വ്യഭിചരിച്ചു നബിയേ. നബിയോടായി പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ, അതിന് പ്രായശ്ചിത്തമായി അവന്റെ ഭാര്യയെ അപമാനിച്ചതിന്റെ പേരിൽ കല്യാണം കഴിക്കാത്ത എന്റെ മകൻ ചെയ്ത ദുർവൃത്തിക്ക് വേണ്ടി ഇവന്, ആ പെണ്ണിന്റെ ഭർത്താവായ എന്റെ മകന്റെ മുതലാളിക്ക് ഞാൻ കൊടുത്തു നബിയേ 100 ആടുകളും 1 വേലക്കാരനെയും ഞാൻ പകരം കൊടുത്തു നബിയേ. ഈ പ്രശ്നമൊന്ന് തീരാനും എന്റെ മകൻ ചെയ്ത അപവാദം, എന്റെ മകൻ ചെയ്ത അപരാധം അല്ലാഹു മാപ്പ് ചെയ്യാനും 100 ആടുകളെയും 1 ഖാദിമിനെയും എന്റെ മകനെ പിൻവലിച്ചു. വേറെ 1 ഖാദിമിനെയും ഞാൻ കൊടുത്തു. ثم سألت رجالا من أهل العلم, ഇൽമുള്ള ആലിമീങ്ങളോട് ഞാൻ ചോദിച്ചു, എന്താണ് ഞാൻ ചെയ്തതിന്റെ അതിന്റെ മസ്അല എന്താണ്? ഫഅഖ്ബറൂനി, അവരെന്നോട് പറഞ്ഞു, നബിയേ, എന്റെ മകൻ വിവാഹം ചെയ്യാത്തവനായതുകൊണ്ട് അവന് 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാട് കടത്തപ്പെടുകയും ചെയ്യലാണ് ശിക്ഷയെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാ പറയുന്നത്. നബി അവര് പറഞ്ഞു, ഇവന്റെ ഭാര്യയാണെങ്കിലോ അലൈഹർ റജ്മു, അവൾ എറിഞ്ഞു കൊല്ലപ്പെടണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. ഈ നിയമങ്ങളാണ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്. വ്യഭിചാരമെന്ന സാധനം പച്ചയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും 3 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചാണ് ഒരു കൗൺസിലിംഗ് നടത്തുന്ന സുഹൃത്തിനോട് പറഞ്ഞത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ യാത്ര കഴിഞ്ഞ് വരുമ്പോ, എയർപോർട്ടിൽ നിന്ന് വരുമ്പോ ഒരു സുഹൃത്ത് പറഞ്ഞു, 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ കേസ് തീർക്കാനായിരുന്നു ഞാൻ ഗൾഫിലേക്ക് പോയത്. ഒരു ഗൾഫ് രാജ്യം. 3 വയസ്സുള്ള കുട്ടി. എന്തേ വിഷയം ചോദിച്ചു. 3 വയസ്സുള്ള കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്തിട്ട് ആ കുട്ടി യൂട്യൂബിലൂടെ സെർച്ച് ചെയ്ത് വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കുട്ടി കണ്ടു തുടങ്ങി. അരികത്തേക്ക് വരുമ്പോൾ ഈ കുട്ടി മറച്ചു പിടിക്കാൻ തുടങ്ങി. ഇങ്ങനെയുണ്ട് 3.5 വയസ്സുള്ള കുട്ടി. എന്റെ മുഅ്മിനെ, ഇത് ഞങ്ങളുടെ ചെവിയിലേക്ക്, ഉസ്താദന്മാരുടെ ചെവിയിലേക്ക് വിഷയമെത്തുന്നത് ഉമ്മത്തിനെ ധരിപ്പിക്കാനും നിങ്ങളെ അലേർട്ട് ചെയ്യാനുമാണ്. ഒരു ഉമ്മത്തിനെയോ കുടുംബത്തെയോ കുട്ടികളെയോ കളിയാക്കാനോ പരിഹസിക്കാനോ കുറ്റപ്പെടുത്താനോ അല്ല. ഈ സംഭവം നമ്മുടെ വീടുകളിൽ നടക്കാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ഉമ്മത്തിന്റെ ഭാവി? പിന്നെ എന്ത് ഇബാദത്താണ്, എന്ത് ഉബൂദിയത്താണ് നമ്മൾ അല്ലാഹുവിന് ചെയ്യുന്നത്? 3.5 വയസ്സുള്ള കുട്ടി
ഉമ്മ അരികത്തുകൂടെ അടിച്ചു വാരാനോ എന്തെങ്കിലും സാധനം എടുക്കാനോ പിടിക്കാനോ കുഞ്ഞിന്റെ അരികത്തിലൂടെ വരുമ്പോ 3.5 വയസ്സുള്ള കുട്ടി കാണുന്ന ആഭാസകരമായ ചിത്രങ്ങൾ കുട്ടി മൂടിവെക്കും, ഹൈഡ് ചെയ്യും. അത് ഉമ്മ പിടിച്ചു. പിന്നെ കുഞ്ഞിന്റെ ലോക ഹിസ്റ്ററി നോക്കുമ്പോ കുഞ്ഞ് ചെയ്ത ആഭാസങ്ങൾ ഉമ്മാക്ക് കാണാൻ പറ്റി. ആ കുഞ്ഞിന്റെ മനസ്സ് മാറി തുടങ്ങുന്നുണ്ട്. സ്വന്തം ബാപ്പയോട് നോക്കുന്ന നോട്ടം, സ്വന്തം ഉമ്മയോട് നോക്കുന്ന നോട്ടം, ഉമ്മയും ബാപ്പയും കടന്നുറങ്ങാൻ പോകുന്നത്, രണ്ടുപേരും റൂമിലേക്ക് നടന്നു പോകുന്നതൊക്കെ എന്തോ ഒരു ജാള്യതയോടെ നോക്കി തുടങ്ങുകയാണ് 3.5 വയസ്സുള്ള കുഞ്ഞ്. അതുകൊണ്ടാ വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂറിൽ ഒരു പെണ്ണിന്റെ സൗന്ദര്യം എവിടെയാണ് പ്രകടിപ്പിക്കാൻ പാടുള്ളത് പാടില്ലാത്തെന്ന് പറഞ്ഞപ്പോ വത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ ഔ കമാ ഖാല അല്ലാഹ്, പെണ്ണിന്റെ ഔറത്തുകൾ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത ചെറിയ കുട്ടികൾ. എന്തേത് പറയാൻ കാരണം, 21-ാം നൂറ്റാണ്ടിൽ വരുന്ന കുട്ടികൾക്ക് പ്രായപൂർത്തിയുള്ളവർ കാണുന്ന പോലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് കാണാൻ തിന്മകളിലേക്ക് ആക്സസുകൾ ഉണ്ടാകുമെന്നറിയുന്നവനാണ് അല്ലാഹു ജല്ല ജലാലു. മൊബൈൽ ടവറുകൾ വരുമെന്നും സ്മാർട്ട് ഫോണുകൾ വരുമെന്നും ടച്ച് സ്ക്രീനുകൾ വരുമെന്നും ഡാറ്റ പാക്കേജുകൾ ഉണ്ടാകുമെന്നും ഇന്റർനെറ്റ് സംവിധാനങ്ങൾ ഉണ്ടാകുമെന്നും അറിയുന്ന റബ്ബ് തആലയാണ് പരിശുദ്ധമായ ഖുർആനിൽ കൊച്ചുമക്കളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സൗന്ദര്യം പ്രകടിപ്പിക്കാമെന്ന് പറഞ്ഞില്ല. എങ്ങനത്തെ കൊച്ചുമക്കൾ, എങ്ങനത്തെ കൊച്ചുമക്കൾ? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടികൾ എന്ന് അല്ലാഹു പറഞ്ഞു. എങ്ങനെ കുട്ടികൾ ഇത് കാണുക എന്ന ചോദ്യം വന്നേക്കാമെന്ന്. പക്ഷേ അന്ത്യനാളിന്റെ മുമ്പ് നടക്കുന്ന ലോകത്തെപ്പറ്റി ലോകത്തെ പടച്ച റബ്ബിനറിയില്ലേ? അതുകൊണ്ട് അള്ളാഹുവിന്റെ കലാമിൽ അല്ലാഹു രേഖപ്പെടുത്തി, വെറും കുട്ടികളല്ല, പെണ്ണുങ്ങളുടെ രഹസ്യങ്ങൾ അറിയാത്ത കുട്ടികൾ. ഇതറിഞ്ഞ കുട്ടികളുടെ മുമ്പിൽ ഹിജാബ് ധരിച്ച് പെണ്ണുങ്ങൾ നടക്കണമെന്നായിരിക്കും അതിനർത്ഥം. നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. ഖുർആനും സുന്നത്തും ഇസ്ലാമും റബ്ബിന്റെ ശരീഅത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നടക്കുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുന്നുണ്ടോ? എന്റെ മുഅ്മിനെ, 3.5 വയസ്സുള്ള കുട്ടിയെ കൗൺസിലിംഗ് ചെയ്ത് മാറ്റിയെടുക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു. കുഞ്ഞിന്റെ അബോധ മനസ്സിലേക്ക്, അൺകോൺഷ്യസ് മനസ്സിലേക്ക് ഒരു നല്ല മെസ്സേജ് കൊടുക്കാൻ. ആ കാലഘട്ടത്തിലാണ് നമ്മൾ ആലോചിക്കുന്നത്. തിന്മകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ. തിന്മകൾ ആവർത്തിക്കുകയും നമ്മുടെ സമൂഹം അത് നിസ്സാരമായി കാണുകയും ചെയ്താൽ മുൻ സമൂഹങ്ങളിൽ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ വരികയും ചികിത്സ കിട്ടാത്ത, മരുന്ന് കിട്ടാത്ത രോഗങ്ങളെ കൊണ്ട് അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കുകയും ചെയ്യുന്നത് ഒരൊറ്റ വിഷയത്തിന്റെ പേരിൽ എന്നാണ് നിബിധങ്ങൾ പറഞ്ഞത്. വ്യഭിചാരം നിങ്ങൾ നിസ്സാരമായി കാണുമ്പോഴാണ്. വ്യഭിചാരം നിസ്സാരമായി കാണുമ്പോഴാണ്. അത് കണ്ണുകൊണ്ട് നിരന്തരം കാണുന്ന ആളുകളുടെ കണ്ണുകളെ കഴുകി ശുദ്ധിയാക്കണ്ടയോ? അത് നിസ്സാരമായി കാണുന്ന നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥിനികൾ അവരുടെ കണ്ണും കൽബും ശുദ്ധിയാക്കണ്ടയോ? അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങേണ്ടയോ? വിവാഹ ജീവിതം എന്ന് പറയുന്നത് വൈകാരിക ആഭാസമാണ്. തെറ്റിദ്ധരിക്കുന്ന വിധത്തിൽ നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് ലോകത്ത് തിന്മ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പടച്ചുവിടുന്ന ഇന്റർനെറ്റ് സൈറ്റുകളിലൂടെ, TV ചാനലുകളിലൂടെ, വെബ്സൈറ്റുകളിലൂടെ വ്യഭിചാരം പോലെയുള്ള വിഷയങ്ങൾ ലാഘവത്തോടെ കാണാനും മൃഗങ്ങളെപ്പോലെ ജീവിക്കാനും മനുഷ്യന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന വികാരങ്ങളെ ചിത്രങ്ങളിലൂടെ, വീഡിയോകളിലൂടെ പ്രദർശിപ്പിക്കുകയും സിനിമകളിലൂടെ സിനിമ കാണുമ്പോ ഒരു നൃത്തരംഗം കാണുന്നത്, ഒരു അഭിനയം കാണുന്നത്, ഒരു സ്റ്റേജ് ഷോ കാണുന്നത്, ഒരു പരസ്യപ്പലക കാണുന്നത്, ഒരു മനുഷ്യന്റെ മനസ്സിൽ അല്ലാഹു തആല നന്മ വിതക്കുന്ന നേരത്ത് ഒളിഞ്ഞിരിക്കുന്ന വികാരം മനുഷ്യന് പുറത്തു കൊണ്ടുവരാൻ മനുഷ്യന്റെ ശരീരത്തിന് ആവശ്യമില്ല. ആവശ്യം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞ നേരത്ത് പോലും വൈകാരികമായ ചിന്തകളെ നിരന്തരം ഉണർത്തിക്കൊണ്ടിരിക്കാൻ. എന്നിട്ട് മൃഗങ്ങളെപ്പോലെ എന്ന് ഞാൻ പറയുന്നില്ല. മൃഗങ്ങൾ അങ്ങനെ ചെയ്യുന്നവരല്ലല്ലോ. മൃഗങ്ങൾ അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്നവയാണ്. മൃഗങ്ങൾ അവരുടെ ഇണകളെ സമീപിക്കുന്നത് പ്രപഞ്ചനാഥൻ മനുഷ്യരോട് പറഞ്ഞ അള്ളാഹുവിന്റെ പരിധികൾക്കുള്ളിലാണ്. മനുഷ്യനല്ലയോ അത് ലംഘിക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനെ, ഹബീബിന്റെ മുമ്പിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിൽ ആ മനുഷ്യൻ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ മകൻ ചെയ്ത കുറ്റത്തിന് എന്റെ മകന് വേണ്ടി ഞാൻ കൊടുത്ത 100 ആടുകളും ഒരു വേലക്കാരനും അത് പോരാ എന്നും, അതല്ല കൊടുക്കേണ്ടതെന്നും, അതിന് പകരം എന്റെ മകന് 100 വീതം അടിക്കപ്പെടുകയും 1 വർഷത്തേക്ക് നാട് കടത്തുകയും ചെയ്യണമെന്നും, വ്യഭിചരിക്കപ്പെട്ട ഈ പെണ്ണ് ഇവന്റെ മുതലാളിയുടെ ഭാര്യ വിവാഹം ചെയ്തിരുന്ന വിവാഹം ചെയ്യപ്പെട്ട പെണ്ണായതിന്റെ പേരിൽ അവളെ എറിഞ്ഞു കൊല്ലണമാണ് നിയമമെന്നും നബിയേ
എന്നോട് അഹ്ലുൽ ഇൽമ് പറഞ്ഞു യാ റസൂലല്ലാഹ്, വിവരമുള്ള ആലിമീങ്ങൾ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അതുകൊണ്ട് നബിയേ, അള്ളാഹുവിന്റെ നിയമം എന്താണെന്ന് പറഞ്ഞു തരൂ നബിയേ. ഹബീബായ നബി തങ്ങൾ ഇടപെടുകയാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ലഅഖ്ളിയന്ന ബൈനകുമാ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ നിയമം എന്തോ ആ നിയമമാണ് ഞാൻ ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. നിങ്ങൾ എന്റെ സ്വന്തക്കാരല്ലേ എന്ന് വിചാരിച്ച് ഇളവില്ല, നിങ്ങൾ എന്റെ ഇഷ്ടപ്പെട്ട ആളുകളല്ലേ എന്ന് വിചാരിച്ച് ശിക്ഷയിൽ ഇളവില്ല. നിരപരാധിയായ പെൺകുട്ടിയെ വ്യഭിചരിച്ച് കൊലപ്പെടുത്തിയവന് കൊലക്കയറിന്ന് താഴെ ഇറങ്ങാൻ അവസരമുണ്ടാകുന്ന ലോകമല്ല ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ ലോകം. ലാ മുജാമല, ഇവിടെ മുഖം വെളുപ്പിക്കുന്ന ഏർപ്പാടുകളില്ല, സന്തോഷിപ്പിക്കുന്ന ഏർപ്പാടുകളില്ല. നിയമം നിയമമാണ്, അത് അതിന്റെ വഴിക്ക് പോകും. ഇത് പറയുമ്പോഴും ആ വഴിയെ തിരിച്ചുവിടുന്ന കാലഘട്ടത്തിലാണ്, രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സങ്കടകരമാണ്. പാവപ്പെട്ടൊരു പെൺകുട്ടി വ്യഭിചരിക്കപ്പെട്ട് ട്രെയിനിൽ നിന്ന് തള്ളിയിടപ്പെട്ട് താഴെ വീണ് മരിച്ചപ്പോ ആ ഉമ്മയുടെ മനസ്സിന്റെ വേദനയെ കാണാൻ കഴിയാത്തവർ, ആ മനുഷ്യൻ ചെയ്ത ഡെലിബറേറ്റ് എന്ന് പറയാൻ ലോക മനുഷ്യർക്ക് മുഴുവനും ബോധ്യപ്പെട്ട ഒരു തിന്മയെ അൺഇൻറ്റൻഷനലി എന്ന് പറഞ്ഞുകൂടാ, ഇന്റൻഷനലി, സ്വോദ്ദേശപരമായി എന്ന് പറയല്ല, ഉദ്ദേശത്തോടുകൂടെ തന്നെ ഒരു ആക്സിഡന്റ് സംഭവിച്ചതല്ലല്ലോ. അങ്ങനെ കൊലപ്പെടുത്തിയ കൊലപാതകം നടന്നതിന്റെ ശേഷം ആ ഒരു മനുഷ്യനെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തൂക്കുകയറിൽ ഏൽപ്പിക്കുകയും ആ മനുഷ്യൻ അർഹമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ ഒരു ജീവനാണ് ഈ ലോകത്തുനിന്ന് പോകുന്നത്. പക്ഷേ ആ മാതൃകയിൽ ആയിരക്കണക്കിന് പെൺകുട്ടികൾക്ക് ഇവിടെ അഭിമാനത്തോടെ നിലനിൽപ്പുണ്ടാകുമായിരുന്നു. നൂറുകണക്കിന് പെൺകുട്ടികളുടെ ജീവൻ ആ ശിക്ഷ നടപ്പാക്കുകയാണെങ്കിൽ ഇവിടെ രക്ഷപ്പെടുമായിരുന്നു എന്നിരിക്കട്ടെ. എന്നിട്ടാണ് നിയമങ്ങൾക്കുള്ളിൽ പഴുതുകൾ ചാരി പഴുതുകൾക്കുള്ളിലൂടെ നിയമത്തിൽ നിന്ന് പുറത്തു ചാടുന്ന ലോകം. അള്ളാഹുവിന്റെ നിയമം അങ്ങനെയല്ല. വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരം ഏതൊരുത്തന്റെ നിയന്ത്രണത്തിലാണോ, എന്റെ കൈകാലുകളെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ, എന്റെ മനസ്സിനെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ, എന്റെ ചിന്തകളെ നിയന്ത്രിക്കുന്നത് ഏതൊരുത്തനാണോ, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലഅഖ്ളിയന്ന ബൈനകുമാ ബികിതാബില്ലാഹ്, അല്ലാഹുവിന്റെ നിയമമാണ് ഞാൻ നിങ്ങളിൽ നടപ്പാക്കാൻ പോകുന്നത്. വിശുദ്ധമായ ഖുർആനിന്റെ നിയമം ഹബീബ് നടപ്പാക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, സഹോദര, 100 ആടുകളും ഒരു വേലക്കാരനെയും നിങ്ങൾ കൊടുത്തത് നിങ്ങൾക്കുള്ളതാണ്, തിരിച്ചു വാങ്ങിക്കോ. അതല്ല അല്ലാഹുവിന്റെ നിയമം. വഅലാ ഇബ്നിക ജൽദു മിഅത്തിൻ വതഗ്രീബു ആം, ഒരു വർഷത്തേക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ ഏതോ അന്യ നാട്ടുകാരുടെ കൂടെ 1 വർഷം നിന്റെ മോൻ താമസിക്കണം. അതിന്റെ മുമ്പ് ശരീഅത്തിന്റെ നിയമമായ 100 തവണ ചാട്ടവാറിന്റെ അടിയവൻ വാങ്ങിക്കുകയും വേണം. ഇവിടെ നബി തങ്ങൾ ഭംഗിവാക്ക് പറയുകയല്ല, വാസിതകൾ ഉപയോഗിക്കുകയല്ല, റെക്കമെൻഡേഷൻ സ്വീകരിക്കുകയല്ല. ഇബ്നുക യുജ്ലദു മിഅതി ജൽദ വയുത്റദു സനതൻ കാമില, എന്നിട്ട് പറയുന്നു, വഗ്ദു യാ ഉനൈസ്, ഉനൈസേ, അനസ് റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. അനസേ, നിങ്ങൾ പോവണം, അലം റഅതി ഹാദാ, ഈ മനുഷ്യന്റെ ഭാര്യയുടെ അരികത്തേക്ക് നിങ്ങൾ ഇവിടെ നിന്ന് പോവുക. ഫഇൻ ഇഅ്തറഫത്, ആ പെണ്ണിനോട് ചോദിക്കുക, നിങ്ങൾ ഇന്നാലിന്നവന്റെ മകനുമായി വ്യഭിചരിച്ചിട്ടുണ്ടോ? ഈ വ്യഭിചാരത്തിന്റെ വിവരം ഹബീബിന്റെ മുമ്പിലേക്ക്, ഇസ്ലാമിന്റെ ജഡ്ജിന്റെ മുമ്പിലേക്ക്, ഇസ്ലാമിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. ജഡ്ജെന്നെ പറഞ്ഞയച്ചു, ജഡ്ജ് റസൂലുള്ളയാണ്. ജഡ്ജിനോട് ചോദിച്ചു, നിങ്ങൾ സമ്മതിക്കുകയാണെങ്കിൽ 4 സാക്ഷികൾ ഇവിടെ ലഭ്യമല്ല, ഒരുത്തനേ ഉള്ളൂ. നിങ്ങൾക്കെതിരെ 4 സാക്ഷി നിൽക്കുകയോ നിങ്ങൾ സ്വയം സമ്മതിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ശിക്ഷ എറിഞ്ഞു കൊല്ലപ്പെടണം എന്നതാണ്. നബി തങ്ങൾ ചോദിക്കാൻ പറഞ്ഞു, സഹോദരി, നിങ്ങൾ ചെയ്തത് സത്യം തന്നെയോ? നിങ്ങൾ വ്യഭിചരിച്ചിട്ടുണ്ടോ? അനസേ, പോയി ചോദിക്കുക. അനസേ, ഫനിഅ്തറഫത്, എന്നിട്ട് ആ പെണ്ണ് സമ്മതിക്കുകയാണെങ്കിൽ ഫർജുംഹാ, എറിഞ്ഞു കൊല്ലുക എന്ന നിയമം നടപ്പാക്കുക. അനസേ, ഇവിടെ അള്ളാഹുവിന്റെ നിയമത്തിൽ മാറ്റമില്ല. ഫദഹബ ഉനൈസ്, ഉനൈസ് റളിയല്ലാഹു അൻഹു കടന്നു ചെല്ലുന്നു ആ പെണ്ണിലേക്ക്.
നല്ല പെണ്ണാണ്, സംഭവിച്ചു പോയ തെറ്റിൽ അവർക്ക് സങ്കടമുണ്ട്. പക്ഷേ ഹബീബിനോട് നുണ പറയാൻ ധൈര്യമില്ല. എന്ത് നുണ പറഞ്ഞാലും ആകാശ ലോകത്ത് നിന്ന് വഹി വരുന്ന കാലമല്ലേ. ഫഅതറഫത്, അവരത് സമ്മതിക്കുകയാണുണ്ടായത്. ഫറജമഹ, ആ പെണ്ണിനെ എറിഞ്ഞു കൊല്ലുകയാണുണ്ടായതെന്ന് റവാഹുൽ ബുഖാരി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഇസ്ലാമിന്റെ നിയമം ഇത്രക്ക് കടുത്തതാണെങ്കിൽ ഡ്രൈവർമാരായി ജോലി ചെയ്യുന്നവർ, ഒരു വീട്ടിലെ സ്കൂൾ കുട്ടികളെ കൊണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ, ഭർത്താക്കന്മാർ ഗൾഫുകാരായ പ്രവാസികളായി ജീവിക്കുമ്പോ അവരുടെ വീടുകളിലേക്ക് പല ആവശ്യങ്ങൾക്കും കയറി ഇറങ്ങിപ്പോകുന്ന ആളുകൾ, അവിടെ ഇലക്ട്രീഷ്യനായി പ്ലംബിങ്ങിന് വേണ്ടി കയറി വരുന്ന ആളുകൾ, അവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ആളുകൾ, അവിടെ മെയ്സൻസായി കടന്നു വരുന്ന ആളുകൾ, ഏതെല്ലാം പേരുകളിൽ ഭാവങ്ങളിൽ കടന്നു വരുന്നുണ്ടോ, അള്ളാഹുവിന്റെ കോടതിയിലേക്ക് എത്തിയാൽ ഇത്ര ഗൗരവമുള്ള ഒരു വിഷയമാണ് ലാഘവത്തിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന പിക്ക് ചെയ്യുന്നതെങ്കിൽ, അതൊരു അനാവശ്യമായ സമയവും സന്ദർഭവുമാണെങ്കിൽ, നിങ്ങളൊരു ഓഫീസിലേക്ക് വിളിക്കുന്നു, അവിടുത്തെ സെക്രട്ടറി ആൻസർ ചെയ്യുന്നു, നിങ്ങളൊരു ഒഫീഷ്യൽ കാര്യം ചർച്ച ചെയ്യുന്നു, അതിനെക്കുറിച്ചല്ല. പാതിരാത്രികളിലെ ഊമ ഫോണുകൾ ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതൊക്കെ നിർത്തി എന്ന് വിചാരിക്കട്ടെ. എന്നാലും രസകരമായി പല ഫോൺ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെട്ട് നമ്മുടെ വാട്സ്ആപ്പുകളിലൂടെ ഓരോരുത്തന്റെയും കമന്റുകളും അവന്റെ വർത്തമാനങ്ങളും അന്യ പെണ്ണുങ്ങളെ വലയിൽ ചാടിക്കാൻ വേണ്ടി ചെയ്യുന്ന വർത്തമാനങ്ങളും മധുരത്തോടെ രസമായി അനുഭവിച്ച് കേട്ടുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരാ ആണ് പെണ്ണെ. എത്ര ഗൗരവമാണ് നമ്മളാ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഹ്സാബിന്റെ 32-ാമത്തെ ആയത്തിൽ പറയട്ടെ, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറയാ, മുത്തുനബി തങ്ങളില്ലാത്ത നേരത്ത് ആരെങ്കിലും നബി അന്വേഷിച്ചു വരികയാണെങ്കിൽ, നിങ്ങളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ, ഇന്നത് ഫോണിലൂടെയാണ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മധുരമുള്ള ശബ്ദം ഉപയോഗിച്ച് മറുപടി പറയരുതേ. മധുരമുള്ള ശബ്ദം ഉപയോഗിച്ച് മറുപടി പറയല്ല. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങളുടെ ശബ്ദത്തിൽ നിങ്ങൾ ഒരു പരുക്കം സ്വഭാവത്തിൽ സംസാരിക്കണം. ഒരന്യ ആണാണ് സംസാരിക്കുന്നതെന്നറിഞ്ഞാൽ, ഒരന്യ പെണ്ണിനോടാണ് നിങ്ങൾ സംസാരിക്കേണ്ടി വന്നത് എന്നറിഞ്ഞാൽ അവിടെ കൊഞ്ചിക്കുഴഞ്ഞുള്ള വർത്തമാനം പറയല്ലേ. അനാവശ്യമായ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ അവിടെ ഉണ്ടാവല്ലേ. ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങളുടെ വാക്കുകളിൽ പരുഷമാവണം, വാക്കുകൾ കഠിനമാവണം. നിങ്ങൾ അവിടെ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കല്ലേ. എന്തുകൊണ്ട് ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിനുള്ളിൽ രോഗമുള്ള ആളുകൾ നിങ്ങളിൽ വ്യഭിചാരം ആഗ്രഹിച്ചു പോയേക്കും. നിങ്ങളുടെ സംസാരം കേട്ടു, 2-ാം നാൾ വിളിച്ചു, 3-ാം നാളിൽ വിളിച്ചു, പിന്നെ അതൊരു കാണാനുള്ള മോഹമായി വന്നു. പിന്നെ നിങ്ങൾ പലയിടത്ത് മീറ്റ് ചെയ്യലായി, റെസ്റ്റോറന്റുകളിൽ, ബീച്ചുകളിൽ, മറ്റു പൊതുസ്ഥലങ്ങളിൽ കാണലായി. പിന്നീട് അത് ഒരുമിച്ചുള്ള ഒരു യാത്രയായി, ഒരു ടൂറായി. പിന്നീട് നിങ്ങൾ ഹറാമിന്റെ പിന്നാലെ നടന്നതിന്റെ പേരിൽ വലിയൊരു ഹറാമിലേക്ക് ആപ്പതിക്കുകയായി. അപ്പോഴായിരിക്കും പിന്നെ കണ്ണുമിടിക്കുന്നത്. അപ്പോഴേക്കും ഈ പെണ്ണിന്റെ അഭിമാനം പിച്ച് ചീന്തപ്പെട്ടു, ഇവന്റെ അഭിമാനം പിച്ച് ചീന്തപ്പെട്ടു, അള്ളാഹുവിന്റെ ഹുർമത്ത് അവിടെ പിച്ച് ചീന്തപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഖുർആൻ പറയട്ടെ, ആദ്യം നിങ്ങൾ സംസാരിക്കുന്ന സംസാരങ്ങളിൽ തന്നെ, ഇത് കോളേജ് കുമാരന്മാരും സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുക, നിങ്ങളെ അള്ളാഹുവിന്റെ നിയമത്തിലൂടെ ജീവിക്കാനാ അള്ളാഹു ഇങ്ങോട്ട് വിട്ടത്. സ്കൂളിന്റെ നിയമങ്ങളാവാം, കോളേജിന്റെ യൂണിയനാവാം, കോളേജിന്റെ സംസ്കാരമാവാം എന്നൊക്കെ പറഞ്ഞാലും അള്ളാന്റെ സംസ്കാരം അതിലും മുൻപന്തിയിലല്ലേ. അതിനല്ലേ പ്രയോരിറ്റി. നിങ്ങളുടെ ശബ്ദം അന്യാണുങ്ങളോടോ പെണ്ണുങ്ങളോടോ സംസാരിക്കേണ്ടി വരുമ്പോ നിങ്ങൾ മധുരമുള്ള ശബ്ദത്തിൽ മറുപടി പറയല്ല. ഉസ്താദുമാരോട് മസ്അല ചോദിക്കാൻ വിളിക്കുകയാണെങ്കിൽ പോലും എത്രയോ കേസുകൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. സ്വന്തം നാടുകളിൽ ഉസ്താദുമാരോട്, ഖത്തീബുമാരോട്, മുദരിസുമാരോട്, മുഅല്ലിമീങ്ങളോട്, മുതഅല്ലിമീങ്ങളോട് വഅദ് പറയുന്ന ആളുകളോട് മധുരമുള്ള ശബ്ദങ്ങളിൽ നിങ്ങളുടെ പഞ്ചസാര നിറഞ്ഞ വർത്തമാനങ്ങൾ പറയല്ലേ. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, സർവരും മനുഷ്യരാണ്. അത് പണ്ഡിതന്റെ വേഷമാണെങ്കിലും സാധാരണക്കാരൻ്റെതാണെങ്കിലും മുതഅല്ലിമാണെങ്കിലും ആലിമാണെങ്കിലും മനുഷ്യനല്ലേ. മനുഷ്യൻ പൈശാചികമായി ദുർബോധനങ്ങൾക്ക് വിധേയമാകുന്ന ആളല്ലേ. അതുകൊണ്ട് നിങ്ങൾ ശബ്ദം പരുക്കമായി സംസാരിക്കണം. അല്ലെങ്കിൽ ഹൃദയത്തിൽ അസുഖമുള്ള ആൾ നിങ്ങളിൽ വേണ്ടാത്തത് ചിന്തിച്ചു തുടങ്ങും. അല്ലാഹു കാവൽ നൽകട്ടെ.
ഞാൻ അറിയുന്നൊരു സുഹൃത്തിന്റെ ഭാര്യയും കുട്ടികളെയും കൊണ്ടാ ഒരാളെ നാടുവിട്ടത്. ഞാൻ അറിയുന്ന സുഹൃത്ത് സങ്കടപ്പെട്ടുകൊണ്ട് അദ്ദേഹം ദുബൈയിൽ നിന്ന് യാത്ര തിരിക്കുമ്പോ പറഞ്ഞു, ഉസ്താദേ എന്റെ ഭാര്യയെ കാണാനില്ല. ഇന്ന് ഉച്ചക്ക് 3 മണിക്ക് പുറപ്പെട്ടതാണ് വീട്ടിൽ നിന്ന്, കാണാനില്ല. ദ്വാരക്കണം, എവിടെയാണെന്നറിയില്ല. ദ്വാരക്കണം. നാട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ മദ്രസയിൽ ജോലി ചെയ്തിരുന്ന ഒരാളിന്റെ കൂടെ ഒരു ഉസ്താദ് എന്ന് ഞാൻ പറയൂല. ഇതൊക്കെ എന്ത് ഉസ്താദാ? എന്താണിങ്ങനെ അന്യ പെണ്ണുങ്ങളുമായി വേറെയും ബന്ധങ്ങൾ പുലർത്തുകയും ഇങ്ങനെ ഒരു നല്ലൊരു കുടുംബത്തെ തകർക്കുകയും ചെയ്തിട്ട് ആ പെണ്ണുമായി ഒളിച്ചോടി പോരുകയും അള്ളാന്റെ വിധി ഇതാണെങ്കിൽ തടുക്കാൻ പറ്റൂല എന്ന് തമാശയാണോ കാര്യമാണോ എന്നറിയില്ല. അതുപോലെയുള്ള കമന്റുകൾ അടിക്കുകയും ചെയ്തത് കേൾക്കുമ്പോ ഗൗരവത്തോടെ പറയുന്ന ആണുങ്ങളെ, പെണ്ണുങ്ങളെ, അള്ളാഹുവിന്റെ നിയമം സൂക്ഷിച്ചോളൂ. കുറച്ചു കാലത്തേക്ക് അവിടെ ജീവിക്കാൻ വിടുന്നത്. എപ്പോഴാണ് ഒരു അറ്റാക്ക് വന്ന് മരണം വരുന്നത്? എപ്പോഴാണ് ഒരു ഓട്ടോറിക്ഷക്കാരൻ ദേഹത്തേക്ക് വരുന്നത്? എപ്പോഴാണ് അയൽപ്പക്കക്കാരന്റെ ഉപദ്രവം കൊണ്ട് മരിക്കുന്നത്? എപ്പോഴാണോ ചതിക്കുഴിയിൽ വീണ് മരിച്ചു പോകുന്നത്? ആർക്കും അറിയാത്ത അൺസർട്ടനായ ഒരു ലോകത്തുള്ള ജീവിതമാണ്. ആ നിമിഷം വരേക്കും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചോളൂ. ആ നിമിഷം വരേക്കും അള്ളാഹിനെ ഭയപ്പെട്ട് ജീവിച്ചോളൂ. ആരാണെങ്കിലും നിങ്ങളുടെ മഹറമായ ബന്ധുക്കളോടല്ലാതെ, നിങ്ങളുടെ ഭർത്താവിനോടല്ലാതെ നിങ്ങൾക്ക് അടുത്തിഴപകാൻ പാടുള്ളതല്ലോ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ നിയമങ്ങൾ നമ്മുടെ വീടുകളിൽ പാലിക്കപ്പെടട്ടെ, നമ്മുടെ അങ്ങാടികളിൽ, നമ്മുടെ ക്യാമ്പസുകളിൽ ഉണ്ടാവട്ടെ. അള്ളാഹു സങ്കടപ്പെടുന്ന ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായ കുടുംബങ്ങളുണ്ട്. അള്ളാഹുവേ നീ സമാധാനം കൊടുക്കണേ റബ്ബേ.